ഇന്ന് നമ്മുടെ കൺവെൻഷൻ്റെ സമാപന രാത്രിയാണ്. ഇന്ന് നമുക്ക് ഇത്രയും പേർക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ സർവശക്തനായിട്ടുള്ള ദൈവം നമ്മെ സഹായിച്ച വിധത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റം. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം, അതിൻ്റെ 33 മുതൽ 43 വരെയുള്ള ദൈവവചനങ്ങൾ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 33 മുതൽ 43 വരെയുള്ള ദൈവവചനങ്ങൾ. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ചു ചീട്ടിട്ട് ജനം നോക്കിക്കൊണ്ടു നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തെരഞ്ഞെടുത്ത ക്രിസ്തു എങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ചു. അടുത്തു വന്ന് അവന് പുളിച്ചവി കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവ് എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് ഒരു മേലെഴുത്തും അവൻ്റെ മീതെ ഉണ്ടായിരുന്നു. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും ജ്യേഷ്ഠ സഹോദരന്മാരുടെയും ഒക്കെ ആശീർവാദം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സത്സംഗിൻ്റെ ഒടുവിലത്തെ സന്ധ്യയിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്, എന്താണ് ദൈവാനുഭവം? ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നറിവാണ് ദൈവാനുഭവം. യു ആർ ബീങ് പാഷനേറ്റ്ലി ലൗഡ്. അതിന് വേദപുസ്തകം വിളിക്കുന്ന വാക്ക് സുബോധം എന്നാ. നമുക്ക് പരിചയമുള്ളൊരു വാക്കാണിത്. ധൂർത്തുപുത്രൻ്റെ കഥയ്ക്കകത്ത് ആ വാക്ക് വരുന്നുണ്ട്. അപ്പോൾ അവന് സുബോധം ഉണ്ടായി. ദെൻ ഹി കെയിം ഇൻ ടു റൈറ്റ് സെൻസസ്. ഇതാണ് ശരിയായ സുബോധം. നമുക്കറിയാം, ഗാന്ധിയുടെ ആത്മകഥയുടെ പേര് സത്യാന്വേഷണ പരീക്ഷകളെന്ന. ലോകത്തുള്ള ആരുടെയും ജീവിതരേഖയ്ക്ക്, ആത്മകഥയ്ക്ക് ഇടാവുന്ന ശീർഷകം എൻ്റെ സ്നേഹാന്വേഷണ പരീക്ഷകളെന്ന. മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ലവ്. ആരുടെ ജീവിതവും നമ്മൾ രൂപപ്പെടുത്തിയത് രണ്ടു കൂട്ടരാ. നമുക്ക് സ്നേഹം നൽകിയവരും സ്നേഹം നിഷേധിച്ചവരും. അങ്ങനെയെങ്കിൽ വലിയൊരു സ്നേഹാന്വേഷണത്തിൻ്റെ കഥയാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ ഈ പ്രോഡിഗൽ സൺ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പാരബിൾ സംഭവിക്കുന്നത്. ദൂർത്തനായ മകൻ്റെയോ ദൂർത്തനായ അപ്പൻ്റെയോ ഒക്കെ ഒരു കഥ. ഒരാളിങ്ങനെ വീട് വിട്ടു പോവുകയാണ്, കുറെ കൂടി ഭേദപ്പെട്ട സ്നേഹാന്വേഷണങ്ങൾക്ക് വേണ്ടി. ഒടുവിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നു, അയാളൊരു ക്ഷാമകാലത്തിലെത്തുകയാണ്. ആ ക്ഷാമത്തെ വിളിക്കേണ്ട വാക്ക് ഫാമിൻ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം പിടിച്ചൊരു കാലം. അത്രയും സ്നേഹദാരിദ്ര്യം
പട്ടിണി അനുഭവിച്ചതുകൊണ്ട് അയാൾ വിചാരിക്കുന്നു, പന്നിക്ക് കൊടുക്കണ തവിടെങ്കിലും എനിക്ക് കിട്ടിയാൽ മതി. ഏതൊരു കാലത്തിലും മനുഷ്യൻ ഒടുവിലെത്തിച്ചേരുന്നൊരു കോംപ്രമൈസ് ഇതാ. ശരിയായ സ്നേഹാന്വേഷണത്തിൻ്റെ ദിശ തെറ്റുമ്പോൾ പിന്നെ വിചാരിക്കുന്നു, സ്നേഹം വേണമെന്നില്ല, സ്നേഹം കണക്ക് തോന്നിക്കുന്ന കാര്യങ്ങളായാലും മതി. ഇല്ലെങ്കിൽ ദാമ്പത്യേതര സൗഹൃദങ്ങളുടെ മനഃശാസ്ത്രം എന്താ? ലോകത്ത് ഏതെങ്കിലും ഒരു പുരുഷനോ സ്ത്രീയോ കരുതുന്നുണ്ടോ താനുമായി ചേർന്ന് നിൽക്കാനായിട്ട് വ്യഗ്രത കാണിക്കുന്ന ആ സ്ത്രീയും പുരുഷനും അത്ര റിയലാണെന്ന്? അത് ഫേക്കാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും അത്രയും ദാരിദ്ര്യമുള്ളത് കൊണ്ട് അവർ വിചാരിക്കുന്നു, തവിടായാലും മതി, സ്നേഹം കണക്ക് തോന്നിക്കണ കാര്യങ്ങളായാലും മതി. എന്നാൽ അയാളുടെ ദുരന്തം പൂർണ്ണമാകുന്നു, അയാൾക്ക് ആ തവിട് പോലും കിട്ടിയില്ല. അടുത്ത വരിയാണ് എന്ത്? അപ്പോൾ അവന് സുബോധമുണ്ടായി. Then he came into right senses. ഉദ്ദുസിൻ്റെയൊക്കെ ഭാഷയെ പറഞ്ഞെന്നാൽ അപ്പോൾ അവന് ബോധോദയം ഉണ്ടായി. എന്താണ് അവൻ്റെ ബോധോദയം? ആരോ ഒരാൾ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. യു ആർ സ്റ്റിൽ ബീയിങ് പാഷനേറ്റ്ലി ലവ്ഡ്. അതാണ് ശരിയായ സുബോധം. അയാൾ ഓർമ്മിച്ചെടുക്കുകയാണ് ഒരു മേശ. ആ മേശയിൽ ദാസർ പോലും സമൃദ്ധമായിട്ട് ഭക്ഷിക്കുന്നു. ശ്രദ്ധിക്കണം, മക്കളല്ല, ദാസർ. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ഈ ദാസരെന്ന് പറഞ്ഞെന്നാൽ സിന്നേഴ്സ്, ഇടറിയവരാ, മക്കള് പുണ്യവന്മാർ. അപ്പോൾ ഉപാധികളില്ലാതെ അന്നം വിളമ്പുന്ന ഒരാളുണ്ട്. ആര് ഭക്ഷിക്കണമെന്ന് അയാൾ ഇന്നോളം നോക്കിയിട്ടില്ല, അയാൾക്ക് വിളമ്പാൻ മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെ ഉപാധിയില്ലാതെ സ്നേഹിക്കുന്ന ഒരാളുടെ ഓർമ്മ അയാൾക്കുണ്ടായി. അൺകണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ ലവ്. കാരണം കിട്ടുകയും കൊടുക്കുകയും ചെയ്ത മുഴുവൻ സ്നേഹത്തിനും വ്യക്തമായ ഉടമ്പടികളുണ്ടായിരുന്നു. ഇവിടെ ആവട്ടെ ദാസർക്ക് വെച്ച് വിളമ്പുന്ന ഒരു മനുഷ്യൻ. അതിന് വിളിക്കുന്ന വാക്കാണെന്ത്? സുബോധം. എത്ര ഇടറിയാലും എത്ര പാളിയാലും ആരോ ഒരാൾ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുള്ള അറിവ്. ആ അറിവ് കിട്ടിയ മനുഷ്യർക്ക് മടങ്ങിപ്പോവാതിരിക്കാൻ പറ്റില്ല. അവർ ഭാര്യയിലേക്ക് മടങ്ങും, കുഞ്ഞുങ്ങളിലേക്ക് മടങ്ങും, വീട്ടുചോറിലേക്ക് മടങ്ങും, കൃഷിയിലേക്ക് മടങ്ങും, മഴയിലേക്ക് മടങ്ങും, നിഷ്കളങ്കതയിലേക്ക് മടങ്ങും. ഈ സുബോധം കിട്ടിയവൻ്റെ മടക്കയാത്രയുടെ പേരാണ് സ്പിരിച്വാലിറ്റി. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയൊരു നിർവചനമുണ്ട്: യുവർ എവേക്കൻഡ് നൊസ്റ്റാൾജിയ. അവനവൻ്റെ നിഷ്കളങ്കതയാണ് ഏറ്റവും വലിയ ഗൃഹാതുരത്വം. അതിലേക്കുള്ള മടക്കയാത്രയെ പ്രേരിപ്പിക്കുന്നത് ഈ സ്നേഹാനുഭവത്തിൻ്റെ ഓർമ്മയും. അപ്പോൾ അവന് സുബോധമുണ്ടായി. ഒരു സ്നേഹിതയുടെ ദൈവാനുഭവം പറഞ്ഞിട്ടാണ് ഇന്നത്തെ ചില വിചാരങ്ങളിലേക്ക് പ്രവേശിക്കാമെന്നാണ് കരുതുക. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു മകളാണ്. ഇത്തിരി കുറുമ്പും കുറച്ചിങ്ങനെ സ്പോർട്സും ഒക്കെ ഉള്ള ഇത്തിരി പിടിവാശിക്കാരിയായിരുന്നു മോള്. അവളുടെ കോൺവെൻറ്റ് സ്കൂളിനടുത്തായിട്ടൊരു പള്ളിയുണ്ട്, പള്ളിയുടെ അടുത്തായിട്ട് ഈ ബെൽഫ്രി ഉണ്ട്. ഈ മണി കെട്ടിയിടുന്ന ആ വലിയ മാളിക, അങ്ങനെ സ്റ്റീപ്പായിട്ടൊരു ഒറ്റ വളരെ ഇടുങ്ങിയൊരു കെട്ടിടം, മുകളിലായിട്ടൊരു കുടിസുമുറി,
ആ കുടിസുമുറിയിൽ നിറയെ പ്രാവുകളുണ്ട്. സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു തോന്നലുണ്ടായി, ഒരു പ്രാവിനെ പിടിച്ചേക്കാം. അങ്ങനെ ഈ കുടിസ് പടവിലോട്ട് ഇങ്ങനെ കയറി തുടങ്ങുമ്പോൾ കൂടെ പഠിക്കുന്നൊരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, എടി ഞാനും വരുന്നു. ഓ വന്നു. അങ്ങനെ 2 കൗമാരത്തിലെത്തിയ ഒരു മകനും മകളും കൂടി ഈ കുടിസ് പടവുകൾ ചവിട്ടി 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 ഒടുവിൽ ആ ഇരുട്ടുമുറി ചെല്ലുമ്പോൾ പ്രാവുകളൊക്കെ പറന്നുപോയി. എന്തായാലും അവിടം വരെ വന്നതല്ലേ, ഇത്തിരി വർത്തമാനം പറഞ്ഞിരിക്കാന്നോർത്ത് കൊച്ചു വർത്തമാനം പറഞ്ഞിരുന്നു. അതിനിടയിൽ സന്ധ്യ കടുത്തത് ഈ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. അപ്പം അവർ ശ്രദ്ധിച്ചു, ആരോ ഈ കുടിസ് പടവുകൾ ചവിട്ടി വരുന്നുണ്ട്. കതച്ച് കതച്ച് നോക്കുമ്പോൾ സ്കൂൾ മുറ്റത്തിരുന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ വിറ്റ് പശു അടക്കൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ, ഉപ്പിലിട്ട് നെല്ലിക്കായും മാങ്ങയൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ. തീരെ വയസ്സാ, തീരെ ആരോഗ്യമില്ല. ആ മനുഷ്യനാണ് കതച്ച് കതച്ച് മോളി വരുന്നത്. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണം? ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഈ കുടിസുമുറിയിലുണ്ടെന്ന് അങ്ങാടിയിൽ വർത്തമാനം ആരംഭിച്ചിട്ടുണ്ട്. അവര് ഇങ്ങനെ നിങ്ങളെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, ഈ അങ്ങാടിയിൽ നിന്ന് ഈ പള്ളിമണി മാളികയിലോട്ട് വരുന്നവരിൽ ആരെങ്കിലും ഒരാൾ ഈ ചുവട് ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്റ്റെപ്പിറങ്ങേണ്ട ബാധ്യതയില്ല, ചാടിയാൽ മതി. അപ്പോൾ അവൾക്ക് തോന്നി, ഈ സ്കൂൾ മുറ്റത്തിങ്ങനെ കൂനിപ്പിടിച്ചിരുന്ന വെയിലത്തൊക്കെ ഇരുന്ന് കരിവാളിച്ചു പോയ ഈ വയോധികനായ മനുഷ്യൻ, തൻ്റെ ആരുമല്ലാത്തൊരു മനുഷ്യൻ തൻ്റെ സ്നേഹം കൊണ്ട് ഈ സന്ധ്യയിൽ തന്നെ പൊതിഞ്ഞു നിൽക്കുന്നതായിട്ട്. ഒരാൾക്കൂട്ടം വന്നു കഴിഞ്ഞെന്നാൽ പ്രാവിനെ പിടിക്കാൻ കയറി എന്നുള്ള നിഷ്കളങ്കത വില പോകുന്ന നാട്ടിലാണോ നമ്മൾ? അപ്പോൾ അവൾക്ക് തോന്നി, ദൈവം ഈ വൃദ്ധനിലൂടെ എന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു. ആ ദിവസം തൊട്ട് അവളുടെ ജീവിതം പഴയതല്ല. ഇതായിരുന്നു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ദൈവാനുഭവം. യു ആർ ബീങ് പാഷനേറ്റ്ലി ലവ്ഡ്. ആരോ ഒരാൾ നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ആ പ്രകാശം കിട്ടിയ മനുഷ്യൻ്റെ ലോകം പഴയതല്ല. പിന്നെ അയാൾക്ക് എല്ലാത്തിനോടും സ്നേഹം തോന്നും, എല്ലാത്തിനോടും അനുഭാവം തോന്നും, എല്ലാത്തിനോടും കരുണ തോന്നും. ഇതൊക്കെയാണ് ദൈവാനുഭവം എന്ന ഒറ്റവാക്കിൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യം. ഒരു സ്നേഹം എന്നെ പൊതിഞ്ഞിപ്പുണ്ടെന്നുള്ള അറിവ്. അപ്പോൾ അവന് സുബോധം ഉണ്ടായി. ഇതാണ് ഇന്നലെ കണ്ട ചിന്തയുടെ ഒരു തുടർച്ച. ഇന്ന് ഈ സന്ധ്യയിൽ, നമ്മുടെ ഈ സത്സംഗിൻ്റെ അവസാന സന്ധ്യയിൽ നമുക്ക് വളരെ വേഗത്തിൽ അവൻ്റെ അന്ത്യമൊഴികളെന്ന് ഓർമ്മിച്ച് അവസാനിപ്പിക്കാം. ഒരാളുടെ അന്ത്യമൊഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിൽ പലർക്കും ഒരു ദുര്യോഗമുണ്ട്. നിങ്ങളുടെ ഉറ്റവർ മിഴിപൂട്ടുമ്പോൾ നിങ്ങളാരും കൂടെ ഉണ്ടായിരിക്കില്ല. ശേഷം പേരൻസൊക്കെ. അപ്പോൾ ചങ്ക് എടുത്തുകൊണ്ട് നാട്ടിലോടിയെത്തുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അവസാനം അപ്പൻ എന്നാ പറഞ്ഞു, അവസാനം അമ്മ എന്നാ പറഞ്ഞു. ഇതിങ്ങനെ അടുത്തു നിൽക്കാൻ അവസരമോ ഭാഗ്യമില്ലാത്തവരുടെ എല്ലാവരുടെയും ആശങ്കയാണ്. ഒടുവിൽ എന്നാ പറഞ്ഞു. ഇങ്ങനെയെങ്കിൽ 12,000 വർഷം അകലെ നിൽക്കുന്ന അവൻ്റെ സ്നേഹിക്കുന്ന അവൻ്റെ ഉപാസകരുടെ അന്വേഷണം അതുതന്നെയായിരിക്കണം. അവസാനം ആ ജ്യേഷ്ഠൻ എന്നാ പറഞ്ഞു. അതിങ്ങനെ അത്രയും മതി. മുഴുവൻ വേദപുസ്തകമൊന്നും പഠിക്കണമെന്നില്ല. എന്തിനാ ഇത്രയും തടിച്ച പുസ്തകമൊക്കെ? അവസാനം
നീ എന്തു പറഞ്ഞു? കാരണം ഒരാൾ തൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളും മറന്നീക്ക് വരുന്ന ഈ അവസാന നേരത്താണ്. മരിക്കണവന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയില്ല. ലോകത്തെ ഏറ്റവും സത്യസന്ധമായ നിമിഷം മരണോ, ഒരാൾ റിവീൽ ചെയ്യണ നിമിഷം. അങ്ങനെയെങ്കിൽ അവൻ്റെ കാൽപാദങ്ങളിൽ ഭജനയിരിക്കുന്ന അവൻ്റെ ചെറിയ അജഗണം അവിടുത്തെ അവസാനത്തെ 7 മൊഴികളൊന്ന് ഓർമ്മിച്ചിട്ട് ഈ രാത്രിയെ കുറെ കൂടി സ്നേഹസാന്ദ്രമാക്കാം. ഓരോരുത്തർക്കും പ്രിയപ്പെട്ടത് മറന്നീക്കി വരണത് ഈ മരണനേരത്താണ്. ഒരു കുട്ടിയുണ്ടായിരുന്നു, അവനിങ്ങനെ റോഡ് കുറുകെ കിടക്കുമ്പോൾ വണ്ടി ഇടിച്ചു. ആൾക്കൂട്ടിങ്ങനെ ഓടി വന്നപ്പോൾ ഈ കുട്ടി, 9 വയസ്സുള്ള ഈ കുട്ടി ഒന്നിങ്ങനെ പെടഞ്ഞെണീറ്റിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മയ്ക്ക് ഇനി ആര് ചോറ് കൊടുക്കും? എന്നിട്ട് കണ്ണുപൂട്ടി. തളർന്നു കിടക്കണ ഉമ്മയ്ക്ക് വേണ്ടി എരന്ന് ജീവിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു അത്. അവൻ അത്രേ പറയാനുള്ളൂ, ഉമ്മയ്ക്ക് ഇനി ആര് ചോറ് കൊടുക്കും? അപ്പോൾ ഓരോരുത്തർക്കും പ്രഷ്യസായ കാര്യങ്ങൾ ഇങ്ങനെ മറന്നീക്ക് വരുന്ന നേരത്തിൻ്റെ പേരാണ് മരണം. നമ്മുടെ ജീവിതാഭിമുഖ്യങ്ങൾ, ഫിലോസഫി. ചെഗുവേരയുടെ അന്ത്യമൊഴികൾ ഒന്നോർത്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. എന്തായിരുന്നു ചെഗുവേരയുടെ അന്ത്യമൊഴികൾ? ഞാൻ തോറ്റവൻ. എന്നാലും ഫിഡലിനോട് പറയണം, ഒരു പരാജയവും ജീവിതത്തിൻ്റെ അവസാനമല്ല. അപ്പം അതിനകത്ത് അയാളുണ്ട്, ഞാൻ തോറ്റവൻ. അപ്പം ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ടതാ. അങ്ങനെയെങ്കിൽ കാര്യമായ വിശദീകരണങ്ങളില്ലാതെ അവിടുത്തെ ആ 7 മൊഴികളെ നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. അതിൽ തന്നെ വലിയ ശുദ്ധീകരണം തരുന്നൊരു പ്രക്രിയയാണ് മെഡിറ്റേഷനാണ്. എന്തൊക്കെയാണത്? 1, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവർക്ക് മാപ്പ് കൊടുക്കണമേ. ലെസൺ 1 അല്ലെങ്കിൽ സുവിശേഷം, 1-ാമത്തെ സുവിശേഷം, കുരിശിൽ നിന്നുള്ള 1-ാമത്തെ സുവിശേഷം എന്താണത്? എൻ്റെ ജീവിതം മാപ്പർഹിക്കുന്നുണ്ട്. അതാണ് കുരിശിൽ നിന്നുള്ള 1-ാമത്തെ സുവിശേഷം. കൈപ്പിഴകളും ഇടർച്ചകളും പാളിച്ചകളും ഒക്കെ പറ്റുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മൾ. ചിലപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മുടെ ജീവിതം മാപ്പർഹിക്കുന്നില്ലെന്ന്. അല്ല, ഓരോരുത്തരുടെയും ജീവിതം മാപ്പർഹിക്കുന്നുണ്ട്. മാപ്പർഹിക്കാത്ത വിധത്തിൽ ഒരാളും ഇടറിയിട്ടില്ല. ഇതാണ് 1-ാമത്തെ സുവിശേഷം. യു ആർ എൻടൈറ്റിൽഡ് ടു ഹാവ് forgiveness. You are entitled. പോന്നതാ, വലിയ മാപ്പ് കിട്ടിയ മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മാപ്പ് കൊടുക്കേണ്ട ബാധ്യതയുമുണ്ട്. അതതിൻ്റെ കൂടുള്ളൊരു വിചാരമാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ 10,000 താലന്തിൻ്റെ കടമിളവ് ചെയ്ത് കിട്ടിയ മനുഷ്യൻ്റെ കഥ. അത് ഈ ഇരിക്കണ 400 പേരുടെ കഥയാണ്. 10,000 താലന്തിൻ്റെ കടമിളവ് കിട്ടിയവര്. എന്നിട്ടോ ആ കടമിളവ് കിട്ടിയവര് ചെറുതൊട്ടുകൾക്ക് വേണ്ടി എന്തുമാത്രം ശടിക്കണം. അയാളിങ്ങനെ പറഞ്ഞു, പുറത്ത് ചെന്നിട്ട് അയാൾ തൻ്റെ ദാസനോട്, തനിക്ക് 100 ചില്ലിക്കാശ് കടമുള്ള ഒരാളോട് പറഞ്ഞു, മുഴുവൻ വീട്ട്. ഇത് നമ്മുടെ കഥയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കേൾവിക്കാരനെ അപകടത്തിലാക്കുന്ന കഥകൾ മാത്രമേ യേശു പറഞ്ഞിട്ടുള്ളൂ. നമ്മളിങ്ങനെ നാത്താൻ കഥ പറയുമ്പോൾ ദാവീദ് കേട്ടിരിക്കണ കണക്കിങ്ങനെ ഇരിക്കുക. പക്ഷെ ആ കഥ തീരുമ്പോഴേക്കും ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ് ഈ കഥ അവസാനിക്കണം. നമ്മുടെ കഥയാണ്. 10,000 താലന്തിലേറെ ഇളവ് കിട്ടിയ മനുഷ്യര് ചില്ലിക്കാശിൻ്റെ കടത്തിന് വേണ്ടി നിരന്തരം ശടിച്ചുകൊണ്ടേയിരിക്കുന്നു. മേക്ക് ഫോർഗീവ്നെസ് യുവർ കൾച്ചർ. മേക്ക്
ഫോർഗീവ്നെസ് യുവർ കൾച്ചർ. എന്താ കൾച്ചർ എന്ന് പറയണത്? കൾട്ടസ് എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ അതിൻ്റെ എത്തിമോളജിയിലുണ്ട്. പണിയായുധം എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. വിശേഷിച്ചും കലപ്പ. നിരന്തരമായി ഉഴുതൊഴുത ഒരാളിൽ ആഴപ്പെടുന്ന ചില ചാലുകളുടെ പേരാണ് കൾച്ചർ. നിരന്തരമായി ഉഴുതൊഴുത ഒരാളിൽ ആഴപ്പെടുന്ന ചില ചാലുകൾ. കുറെ കൂടി ഈ മാപ്പിനെ സംസ്കാരമാക്കുക. മേക്ക് ഫോർഗീവ്നെസ് യുവർ കൾച്ചർ. നിങ്ങൾക്ക് ഒരാളെ ശിക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അയാൾക്ക് മാപ്പ് കൊടുക്കാതിരിക്കുക. പലരും ചെയ്തുകൊണ്ടിരിക്കണം അതാ. എംബേഴ്സ് എന്നും പറഞ്ഞുകൊണ്ടൊരു പുസ്തകമുണ്ട്. 2 ചങ്ങാതിമാര്, പിന്നെ ഒരാൾ വിവാഹിതനാണ്, വേട്ടക്കാര. ഇങ്ങനെ ഇവര് ഉൾവനങ്ങളിലേക്ക് പോയി. ഒരു ചങ്ങാതി ഇങ്ങനെ ഒരു ഇരയെ ഇങ്ങനെ നോക്കി കാഞ്ചി പിടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് അയാൾക്ക് തോന്നി എന്തോ ഒന്ന് തൻ്റെ കഴുത്തിൽ തൊടുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായി ചങ്ങാതിയുടെ തോക്കും കുഴല് ആളുടെ കഴുത്തിലേക്കാണ്. എന്തേ കാട്ടണം എന്ന് പറഞ്ഞതും അവനിങ്ങനെ തോക്കിട്ടിട്ട് ഓടിപ്പോയി. ഇയാള് വേട്ടയൊക്കെ അവസാനിപ്പിച്ചു. വീട്ടിലേക്ക് മടങ്ങി വന്നു. അപ്പം ഇയാളുടെ ഉള്ളിലേക്ക് ഒരു തോന്നൽ വരികയാണ്, ഇത് അവൾ കൂടി അറിഞ്ഞിട്ടുള്ള അംഗമാണോ? ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ചോദിച്ചില്ല. ചെറുപ്പമാ, 20കളുടെ ആദ്യ പാതി. 2 പേര് അതിനുശേഷം ആ വീടിനകത്ത് മിണ്ടിയിട്ടില്ല. ഒരു വാക്കുകൊണ്ട് അല്ലെന്നോ അതേന്നോ ഉത്തരം കിട്ടാവുന്നൊരു കാര്യത്തിന് മീത് 2 പേരിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക. ഒടുവിൽ തന്നെ വെളിപ്പെടുത്താനായിട്ട് ഒരു വഴിയും അറിയാത്ത ഈ സ്ത്രീ ഡയറി എഴുത്താരംഭിച്ചു. ഡയറി പൊതുവെ ഇങ്ങനെ നമ്മൾ രഹസ്യമായിട്ടൊക്കെ വെക്കണം കുറച്ച്. ഇവളാവട്ടെ ഈ ഡയറി ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ തുറന്നിടും. ഇയാൾ വായിച്ചോട്ടെ എന്നർത്ഥത്തില്ല. അയാൾ വായിക്കില്ല. കാരണം അയാൾക്കറിയാം ഒരാളെ ശിക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അയാൾക്ക് മാപ്പ് കൊടുക്കാതിരിക്കുക. അങ്ങനെ ഒരു വീടിനകത്ത് ഏകദേശം 70 വർഷം ഇവർ മിണ്ടാടി ജീവിച്ചു. ഒടുവിൽ ഏതൊരു കഥയും അവസാനിക്കുന്ന കണക്ക് ആ സ്ത്രീ മരിച്ചു. അപ്പോൾ വായനക്കാരെന്ന നിലയിൽ നമുക്കൊരു തോന്നലുണ്ട്, ദൈവമേ ഇത് ഇയാൾ വായിച്ചിരുന്നെങ്കിൽ. കഥ തീരുന്ന ഇങ്ങനെയാണ്. ഇവള് മരിച്ചതിന് ശേഷം ആ പഴയ ചങ്ങാതി വരിക. കുറേ അലഞ്ഞ് ഒരു അവധൂതന കണക്കൊക്കെ തോന്നുന്ന വിധത്തിൽ ആ മനുഷ്യൻ വീണ്ടും പ്രത്യക്ഷപ്പെടുക. വയസ്സായി എല്ലാവർക്കും. അപ്പോൾ ഇയാൾ പറഞ്ഞു, അവളെന്നും ഡയറി എഴുതുമായിരുന്നു. എനിക്ക് തോന്നുന്നു അവളതൊക്കെ എഴുതി വെച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ. അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ടി അവളെന്തിനാ എഴുതണത്? അവളെന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച. അപ്പൊ ഈ മനുഷ്യൻ കാണിക്കുന്ന ചതി കഠിനമാണ്. ഇങ്ങനെ മടക്കായിട്ട് പല വോളിയമായിട്ട് ഇങ്ങനെ ഡയറിയുടെ സമാഹാരമുണ്ട്, ശേഖരണമുണ്ട്. ഫയർ പ്ലേസ് ഉണ്ട്, യൂറോപ്യൻ പശ്ചാത്തല, പോർച്ചുഗീസ് നോവലാ. വീടിനകത്തിങ്ങനെ ഫയർ പ്ലേസ് ഉണ്ട്, തീയാളുന്ന ഇടമുണ്ട്. ഇയാൾ ചെയ്യുന്ന ഇങ്ങനെയാണ്, ഈ കെട്ടുകണക്കിനുള്ള ഡയറി ഈ തീയിലേക്ക് എറിയും. അങ്ങനെയാണ് കനലെന്ന് പറയുന്ന പുസ്തകം അവസാനിക്കുന്നത്. ചെറിയ പുസ്തകം. അപ്പോഴാണ് നമുക്ക് ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. എംബേഴ്സ്, കനൽ. എന്തു ഭാരോ, എന്തു ഭാരോ. ഒരാൾക്ക് വേറൊരാളെ ശിക്ഷിക്കാനുള്ള ഏറ്റവും ഹീനമായ മാർഗം എന്ന് പറയുന്ന മാപ്പ് കൊടുക്കാതിരിക്കാന്നുള്ള. അതുകൊണ്ട് അയാളിങ്ങനെ മാപ്പ് കൊടുത്തും മാപ്പ് നൽകിയുമൊക്കെ കടന്നുപോയി. അയാൾ ആ മാപ്പ് നൽകിയില്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഈ പ്യൂസിൽ ഇങ്ങനെ തലയെടുപ്പോടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അയാൾ അങ്ങനെയാ നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. ഒന്നതാണ്, വലിയ മാപ്പ് കിട്ടിയ മനുഷ്യരാ.
അവരിങ്ങനെ കുറെ കൂടി മാപ്പിനെ സംസ്കാരമാക്കാം. എവിടൊക്കെ മനുഷ്യർ മാപ്പ് കൊടുക്കുന്നോ അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യം വേദപുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും കഥയാണ്. എന്ത് കൊടിയ ഹീനതയാണ് ആ മനുഷ്യൻ അനുജനോട് ജ്യേഷ്ഠനോട് ചെയ്തത്. പിന്നെ സ്വസ്ഥതയില്ലാതെ അലഞ്ഞടക്കിയ. അങ്ങനെ കുറേ വർഷങ്ങൾ. ഒരു ദിവസം അയാൾക്ക് തോന്നി ജ്യേഷ്ഠനെ ഒന്ന് അഭിമുഖീകരിക്കാം. എന്നിട്ടോ ഇയാളിങ്ങനെ ജ്യേഷ്ഠനെ കാണാനായിട്ട് പോകുമ്പോൾ ജ്യേഷ്ഠൻ്റെ കുന്നിമോളിൽ നിൽക്കുക. അനുജൻ കയറി വരുന്ന കാണുമ്പോൾ കാറ്റ് പിടിച്ചാണ് കൈ മനുഷ്യൻ താഴോട്ട് ഓടി വരണം. എന്നിട്ട് തന്നെ ചതിച്ച ഈ അനുജന് ചുറ്റുമായിട്ട് കഴുത്തിന് ചുറ്റുമായിട്ട് അയാളുടെ ബലിഷ്ടമായ കരങ്ങളിട്ടങ്ങോട്ട് മുറുക്കി. കഴുത്തി വീണ ഈ കരം ഇപ്പം മുറുകുന്നോർത്തിട്ട് അനുജനിങ്ങനെ കണ്ണുപൂട്ടി നിൽക്കുമ്പോൾ ആ കൈ അയഞ്ഞു. എന്നിട്ട് അനുജനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്തിട്ടിട്ട് ജ്യേഷ്ഠം വാവിട്ട് കരയാൻ തുടങ്ങി. അനുജനും കരഞ്ഞു. എന്നിട്ട് ഈ കരച്ചിലിനിടയിൽ അനുജൻ ജ്യേഷ്ഠനോട് പറഞ്ഞ വാക്കെന്താണെന്ന് വേദപുസ്തകം എടുത്ത് വായിക്കുക. എന്താണത്? ഇപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ മുഖം. ചേട്ടായിയോട് അനിയൻ പറയുക, ചേട്ടായി, യു റിസംബിൾ ഗോഡ്, യു റിസംബിൾ ഗോഡ്. മാപ്പ് കൊടുക്കണ മനുഷ്യർക്കൊക്കെ ദൈവത്തിൻ്റെ മുഖം. യു റിസംബിൾ ഗോഡ്. അവനവൻ്റെ ദൈവാംശം നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം മാപ്പിൻ്റെ മാർഗമാണ്. വളരെ യുക്തിപൂർവമായിട്ടാണ് യേശു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊരു പയസ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, മറിച്ച് എന്തുകൊണ്ട് മാപ്പ് കൊടുക്കണമെന്ന് കൂടി യേശു പറയുന്നുണ്ട്. എന്താണത്? ദേ ഡു നോട്ട് നോ. അവർക്ക് പിടുത്തമില്ല. അജ്ഞത കൊണ്ടാണ് മനുഷ്യനെ വിഷമിപ്പിക്കണത്. നമ്മൾ പറയും നല്ലതുപോലെ പഠിച്ച വ്യക്തികളൊക്കെ ആണല്ല, എംപരിക്കലായ ഇത്തരം അറിവുകളും അകത്തെ പ്രകാശവുമായി കാര്യമായ ബന്ധമൊന്നുമില്ല. ആരും ആവട്ടെ, ചെറിയ കുഞ്ഞു തൊട്ട് വലിയ ഒരു മനുഷ്യൻ വരെ ചെയ്യണ എല്ലാ തെറ്റുകൾക്കും ഒരൊറ്റ കാരണമേ ഉള്ളൂ, അജ്ഞത. Forgive them, Father, for they do not know. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു തരി വെട്ടം കിട്ടിയ മനുഷ്യൻ ആരെങ്കിലും വിഷമിപ്പിക്കുന്ന? ബുദ്ധിസ്റ്റിനകത്ത് പറയുന്നൊരു കഥയുണ്ട്. ഒരാളിങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടു, അയാളുടെ തോട്ടത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നു. പൂക്കളെ ചവിട്ടി മെതിക്കുന്നു, ക്രീപ്പറെ ചവിട്ടി മെതിക്കുന്നു, ലോണിനെ ചവിട്ടി മെതിക്കുന്നു. ചവിട്ടി മെതിച്ച് പോവുകയാണ്. സഹിച്ചില്ലേ മനുഷ്യന്. ചാടി പുറത്ത് കിടന്നു. പുറകിലൂടെ ചെന്നിട്ട് അയാളുടെ കോളറെ പിടിച്ച് വലിച്ച് അയാളെ പാതയോരത്തേക്ക് ഇട്ടു. പെട്ടെന്ന് അറിയാതെ ഈ മനുഷ്യൻ കൈവിട്ടു പോയി. കാരണം ഇയാൾ പൂക്കളെയും വള്ളികളെയും പച്ചയും ഒക്കെ ചവിട്ടി മെതിച്ച് പോയ ഇയാൾ അന്ധനായിരുന്നു. ബ്ലൈൻഡ്. കാഴ്ചയില്ലാത്തതുകൊണ്ട് തോട്ടത്തിലേക്ക് പ്രവേശിച്ചതാ. കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ പൂക്കളെ ചവിട്ടി മെതിച്ച് പോയതാ. അയാൾ പിന്നീട് അയാളുടെ മക്കളോട് പറയുന്നുണ്ട്, മക്കളെ, നമ്മുടെ തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരോട് വിദ്വേഷമൊന്നും വേണ്ട, ഒരുപക്ഷെ അവരന്ധരായിരിക്കാം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിനകത്ത് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രസംഗം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സഹോദരന്മാരെ, അജ്ഞത കൊണ്ട് നിങ്ങൾ തൂക്കിലേറ്റി യേശു. Calling them brethren, the most hostile group. അവർ വിളിക്കണ വാക്കാണ്, സഹോദരന്മാരെ, അജ്ഞത കൊണ്ട് നിങ്ങൾ തൂക്കിലേറ്റിയ യേശു. എത്ര ഭംഗിയായിട്ടാണ് യേശു പറഞ്ഞതിൻ്റെ പൊരുള അവൻ്റെ സാധകർക്ക് മനസ്സിലായത്. ഒന്നതാ മാപ്പ്. മേക്ക് ഫോർഗീവ്നെസ് യുവർ കൾച്ചർ. അതിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് ആരംഭിക്കണം. കുഞ്ഞുങ്ങൾ കാണിക്കുന്ന കുറുമ്പ്, അവൾ പറയുന്ന ദുശാഠ്യം,
അയാൾ കാണിക്കുന്ന അവിശ്വസ്തത, ചങ്ങാതിയുടെ ചതി. മേക്ക് ഫോർഗീവ്നെസ് യുവർ കൾച്ചർ. 10,000 താലന്തിൻ്റെ അളവ് കിട്ടിയ മനുഷ്യ ചെറിയ കടങ്ങളെ കാണാതെയും നോക്കാതെയും പോകണ്ടേ, ബൈപ്പാസ് ചെയ്യണ്ടേ? പോന്നതാ. 2ാമത്തെ കുരിശിലെ സുവിശേഷം ഇതാണ്: നിനക്ക് മോക്ഷം സാധ്യമാണ്. ഇങ്ങനെ ജീവനും മരണത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, സ്പ്ലിറ്റ് സെക്കൻഡ് ഇല്ല. അയാൾ അവനോട് പറഞ്ഞു, നീ എന്നെ ഓർക്കണമേ. ഇത്രയും ലളിതമായൊരു പ്രാർത്ഥന വേറെയില്ല. നീ എന്നെ ഓർക്കണേ. അല്ല തന്നെ എന്താ പ്രാർത്ഥന എന്ന് പറയണത്? ഈ നിലവിളിയാ, നീ എന്നെ ഓർക്കണമേ. ആ ലളിതമായ പ്രാർത്ഥനയ്ക്ക് യേശു ഇങ്ങനെ ഉത്തരം കൊടുത്തു: നീ എന്നോടൊപ്പം ഇപ്പോൾ തന്നെ പർദീസയിലാണ്. രണ്ടിതാണ് എനിക്ക് മോക്ഷം സാധ്യമാണ്. മാപ്പ് കിട്ടിയ മനുഷ്യരല്ലേ അവർ. 2ാമത്തെ പോസിബിലിറ്റി മോക്ഷമാണ്, സ്വാതന്ത്ര്യം, എമാൻസിപ്പേഷൻ, ഫ്രീഡം. ഇതൊക്കെ ഇങ്ങനെ ഒരു മരണാനന്തര അനുഭവമൊന്നുമല്ല. ജീവിക്കേണ്ടവരുടെ ക്വാളിറ്റി, ജീവിക്കണവരുടെ ക്വാളിറ്റിയാണ്. 2 എനിക്ക് മോക്ഷം സാധ്യമാണ്. യേശു പറഞ്ഞ വേറൊരു കഥ കൂടി എടുക്ക്. 1-ാം മണിക്കൂറിൽ തോട്ടത്തിൽ പണിക്ക് വന്ന ഒരാള്, പിന്നെ ഓരോ മണിക്കൂറിലും ഓരോരുത്തരായിട്ട് പണിക്ക് വന്നു. അവസാനത്തെ ആൾ വരുന്നത് 11-ാം മണിക്കൂറിലാണ്. അതിൻ്റെ അർത്ഥം ആദ്യത്തെ ആൾ വന്നത് 6 മണി വെളുപ്പിന്, അവസാനത്തെ ആൾ വരുന്നത് 5 മണി വൈകുന്നേരം. അയാൾ പിന്നെ 1 മണിക്കൂറേ പണി ചെയ്യണുള്ളൂ. 6 മണി സന്ധ്യ ആയപ്പോൾ ഓരോരുത്തർക്കും കൂലി വെച്ചു കൊടുത്തു. ഓരോരുത്തരുടെയും കൂലിയിൽ കയ്യിൽ വെച്ചു കൊടുത്ത കൂലി 1 ദനാറാ, ഒരേ ദനാറാ. എന്താ ഇതിൻ്റെ അർത്ഥം? എപ്പോൾ നിങ്ങൾ അവരിലേക്ക് പ്രവേശിച്ചാലും നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്ന ആത്മീയ അനുഭൂതികളുടെ ദനാറ് ഒന്ന് തന്നെയാണ്. വി ആർ നോട്ട് ലേറ്റ്, വി ആർ നോട്ട് ലേറ്റ്. കുഞ്ഞുമക്കളൊക്കെ അവരുടെയൊക്കെ ശൈശവത്തിൽ അവനിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവും. ചിലർ അവരുടെ ജീവിതത്തിൻ്റെ മധ്യാഹ്നങ്ങളിൽ, വേറെ ചിലർ അവരുടെ ജീവിതസന്ധ്യകളിൽ. എപ്പോൾ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, വി ആർ നോട്ട് ലേറ്റ്. 2ാമത്തെ സുവിശേഷം ഇതാണ്: എനിക്ക് മോക്ഷം സാധ്യമാണ്. പർദീസ എന്നൊരു വാക്ക് ഉപയോഗിക്കണം. എന്താ പർദീസ എന്ന് പറയുന്നത്? പേർഷ്യൻ സങ്കല്പമാണ്. രാജാവിന്, സുൽത്താന് ആരോടെങ്കിലും ഒരു ഇത്തിരി ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്, ഒരു ഓണറുണ്ട്. അയാളെ ഇങ്ങനെ തൻ്റെ തോട്ടത്തിലേക്ക് വിളിക്കും. ഫെൻസ്ഡ് ഗാർഡൻ എന്നാ വാക്കിൻ്റെ അർത്ഥം, വളച്ചു കെട്ടിയ തോട്ടം. ആ തോട്ടത്തിലേക്ക് വിളിച്ചിട്ട് 2 പേരും കൂടി ഇത്തിരി മരങ്ങൾക്കിടയിലൂടെ ഉലാത്തും. ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു മരച്ചോടിരുന്ന് ഭക്ഷണം കഴിക്കും. ഒന്ന് പൂച്ചമയക്കോ ആവാം, ഒരു സിയസ്റ്റ. സന്ധ്യയാവുമ്പോൾ പിരിഞ്ഞു പോകും. പക്ഷെ അങ്ങനെ ആ തോട്ടത്തിൽ സുൽത്താനോടൊപ്പം മരങ്ങൾക്കിടയിലൂടെ നടന്ന ആ മനുഷ്യന് അയാളുടെ മരണത്തോളം ആ ദേശം മുഴുവൻ വലിയ ആദരവ് കിട്ടും. ബിക്കോസ് ഹി വാക്ക് വിത്ത് ദ മാസ്റ്റർ. അപ്പൊ 2ാമത്തെ അർത്ഥം ഇത്രയേ ഉള്ളൂ: യു ക്യാൻ വാക്ക് വിത്ത് ദ മാസ്റ്റർ. അതാണ് പർദീസ, വാക്കിംഗ് വിത്ത് ദ മാസ്റ്റർ. എവിടെയായിരിക്കുമ്പോഴും ആ ചൈതന്യത്തിൻ്റെ കൈക്ക് പിടിച്ച് സഞ്ചരിക്കാനായിട്ട് ചങ്കുറപ്പുള്ള ആർക്ക് വേണമെങ്കിലും പറയാം, ഞാൻ പർദീസയില. പർദീസ ഒരു മരണാനന്തര അനുഭവമായിട്ട് തെറ്റിദ്ധരിക്കുന്നിടത്താണ് പ്രശ്നം. ഇപ്പം നടക്കുന്ന കാര്യമാണ്. ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ തുടർച്ച മാത്രമാണ് മരണാനന്തര അനുഭവങ്ങളെല്ലാം. ഇപ്പം അവൻ്റെ കൈക്ക് മുറുകെ പിടിച്ച് നടക്കാത്തവര് മരണത്തിന് ശേഷം അവനോടൊപ്പം തോട്ടത്തിലായിരിക്കും എന്നൊക്കെ കരുതുന്നത് കുറച്ച് സില്ലിയല്ലേ? സോ 2ാമത്തെ സുവിശേഷം ഇതാണ്: എനിക്കിനിയും അവൻ്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റും. ക്യാൻ വാക്ക് വിത്ത് ദ മാസ്റ്റർ. കുറേ കഥകളുണ്ട് ഈ മനുഷ്യനെ കുറിച്ച്.
അതിൽ ഒരു കഥ ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ മരിച്ചില്ല. യേശു പർദീസ വാഗ്ദാനം ചെയ്ത മനുഷ്യൻ അന്ന് മരിച്ചിട്ടില്ലായിരുന്നു. ശാബത്താണ്, സന്ധ്യാഗതിനേക്കാൾ മുമ്പ് മൃതശരീരങ്ങളൊക്കെ ഇങ്ങനെ താഴോട്ടിറക്കി കിടത്തണം. ആ തിടുക്കത്തിനിടയിൽ ഇയാളുടെ ജീവിതത്തിൻ്റെ ഒരു മിടിപ്പ് ബാക്കിയുണ്ടെന്നുള്ള കാര്യം ആരും ശ്രദ്ധിച്ചില്ല. കുരിശുമരത്തിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ എടുത്ത് ഇറക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്, ഇടിമിന്നലുണ്ട്. അതിനിടയിൽ അയാളുടെ കൈത്തണ്ടി പിടിച്ച് ഒരു സ്ത്രീക്ക് മനസ്സിലായി ഇനിയും ഒരു മിടുപ്പ് ബാക്കിയുണ്ട്. അവരാ രഹസ്യം പറഞ്ഞില്ല. അവർ പറഞ്ഞു, ഇയാളെ ഞങ്ങൾ സംസ്കരിച്ചോട്ടെ. ഓ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു 4-5 സ്ത്രീകളും യോഹന്നാനും കൂടി ചേർന്നിട്ട് ഈ മനുഷ്യനെ താഴ്വാരങ്ങളിലേക്ക് കൊണ്ടുവന്നു. സ്ത്രീകൾ തങ്ങൾക്ക് മാത്രം നൽകാവുന്നൊരു പരിചരണത്തോടുകൂടിയും ഊഷ്മളതയോടും കൂടി ഈ മനുഷ്യൻ്റെ അണയാൻ പോയ ജീവന്റെ നാളത്തെ തിരികെ പിടിച്ചു, പരിചരിച്ചു. ഒരിക്കൽ കൊലമരത്തിൽ കയറ്റിയവനെ പിന്നീട് കൊല ചെയ്യാനായിട്ടുള്ള അവകാശമില്ല. അതുകൊണ്ടാണ് പിന്നീട് ഇങ്ങനെ നീതിന്യായ വ്യവസ്ഥയിൽ മരണത്തോളം തൂക്കിലേറ്റാന്നൊരു ക്ലോസ് ഉണ്ടായത്. കാരണം ചില തൂക്കലുകളെങ്കിലും മരണത്തിലെത്തുന്നില്ല. അതുകൊണ്ട് അയാളിപ്പോൾ അത്തരം വിധികൾക്ക് പുറത്താണ്. കുറേ കാലത്തിന് ശേഷം ഒന്ന് നടക്കാൻ പറ്റുന്നൊരു പാകമായപ്പോൾ ഇയാൾ പുറത്ത് കിടക്കുകയാണ്. ഇങ്ങനെ അമ്മയുടെ ഗൃഹത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന കണക്ക്, നമ്മുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന കണക്ക്, ഈ ഇരുട്ടുമുറിയിൽ നിന്ന് പുറത്ത് കിടക്കുക. പക്ഷെ പ്രശ്നമുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്, ഇയാളുടെ മുട്ടുകാല് തല്ലി ഒടിച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ ഒരു ശീലമുണ്ട്. 2 കാരണം കൊണ്ടാണ്. ഒന്നിങ്ങനെ ചോര വാർന്ന് വേഗത്തിൽ മരിക്കാൻ, 2 ഈ മരിക്കുന്നതിനേക്കാൾ മുമ്പേ ഇങ്ങനെ അവസാന ശ്വാസത്തിന് വേണ്ടി പിടുത്തം പിടിക്കും. മുഴുവൻ ശക്തിയും എടുത്തിട്ട് ഇങ്ങനെ ഈ കുരിശിൽ ഇങ്ങനെ കാലിങ്ങനെ കുത്തി ഒരു വലിയൊരു ശ്വാസത്തിൻ്റെ ഒരു വെപ്രാളം കാണിക്കും. അപ്പം അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് മുട്ടൊടിച്ചു കളയണം. പിന്നെ അയാൾക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പം ഇയാളുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. ഒടിഞ്ഞ മുട്ടുള്ള ഈ മനുഷ്യൻ പിന്നെ ഇങ്ങനെ 2 ഊന്നുവടികളിൽ പുറത്തേക്ക് കിടക്കുക. ഇപ്പം എതിരെ ഒരു സംഘം മനുഷ്യർ വരിക. അയാളുടെ കഥയൊക്കെ ഇപ്പം ദേശം മുഴുവൻ അറിയാം. അവരിലൊരാൾ ഇയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടില്ലേ, മരണത്തിന് പോലും വേണ്ടാത്തൊരുത്തൻ്റെ പോക്ക്, മരണത്തിന് പോലും വേണ്ടാത്തൊരുത്തൻ. ശരിയാ. പെട്ടെന്ന് അയാളിങ്ങനെ കണ്ണിങ്ങനെ മുറുക്കെ അടച്ചു. എന്നിട്ടും ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകയാണ്. അയാൾ കരയണത് അപമാനം കൊണ്ടല്ല, ദുഃഖം കൊണ്ടുമല്ല. അയാളോട് തന്നെ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ നടന്നു പോകുന്നത് നിങ്ങളുടെ ഇടവഴികളിലൂടെയാണെന്ന്. അല്ല, ആ പ്രഭു എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്നോടൊപ്പം ഇപ്പോൾ തന്നെ പർദേശിലാണ്. വിച്ച് മീൻസ് ഐ എം വാക്കിംഗ് വിത്ത് ദ മാസ്റ്റർ. ഞാൻ ആ പ്രഭു മൊത്ത സഞ്ചാരത്തിലാണ്. ചില മനുഷ്യര് ഇങ്ങനെ ഇടറിയും നിന്ദിതരായും ഒക്കെ നടന്നു പോകുമ്പോൾ അവരെ പരിഹസിക്കരുത്. ആരറിഞ്ഞു അവരാ പ്രഭുവിൻ്റെ കൈക്ക് പിടിച്ചാണ് മരങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നതെന്ന്. നമ്മുടെ ഊടുവഴികളിലൂടെ അല്ല, നമ്മുടെ ഇടനാഴികളിലൂടെ അല്ല, മറിച്ച് മരങ്ങൾക്കിടയിലൂടെ ആ പ്രഭുവിൻ്റെ കൈക്ക് പിടിച്ച്. ഇതാണ് മോക്ഷം. മരങ്ങൾക്കിടയിലൂടെ പ്രഭുവിൻ്റെ കൈക്ക് പിടിച്ച്. 2. മൂന്നാമതായിട്ട് മനുഷ്യന് കൂട്ടാവശ്യമുണ്ട്. തിരിപൂട്ടുന്നതിനേക്കാൾ മുമ്പേ യേശു അത് പ്രത്യേകം ശ്രദ്ധിക്കണമുണ്ട്. 2 പേര് നിൽക്കുക, ഒരു സ്ത്രീയും ഒരു പുരുഷനും. സ്ത്രീ ഇങ്ങനെ ഭൗതികമായിട്ടൊറ്റയാണ്. പാരമ്പര്യം പറയണത് അവളുടെ ഭർത്താവ്
നേരത്തെ മരിച്ചു എന്നുള്ള ജോസഫ്. പിന്നെ മകൻ തൂക്കിലേറ്റപ്പെടുകയാണ്. ഇനി ഒറ്റയാണ് ആ സ്ത്രീ. ഇപ്പുറത്തൊരു മനുഷ്യൻ നിൽപ്പുണ്ട്, യോഹന്നാൻ. അയാൾക്ക് എല്ലാവരും ഉണ്ട്. അയാളുടെ അപ്പനെയും അമ്മയും സഹോദരനെയും കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശമുണ്ട്. പക്ഷേ യേശുവിനറിയാം അയാളും ഒറ്റ തന്നെയാണ്. അതിങ്ങനെ സൈക്കോളജിക്കലി അലോണാണ്. ഇങ്ങനെ ആൾക്കൂട്ടത്തിലൊക്കെ ചേരാൻ പറ്റാതെ നിൽക്കുന്നൊരു മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ അയാളുടെ വേദപുസ്തകം പോലും മാറി നിൽക്കണത്. ബാക്കിയുള്ള സുവിശേഷങ്ങൾ നമ്മൾ വിളിക്കണ വാക്ക് സമാന്തര സുവിശേഷം എന്നാ. ഇയാളെ കൂട്ടത്തില്ല. ഇയാളിങ്ങനെ മാറി നിൽക്കണ മനുഷ്യനാണ്. അങ്ങനെ രണ്ടൊറ്റയായ മനുഷ്യരോട് യേശു പറഞ്ഞു ഒരുമിച്ച് നടക്കാം. അപ്പൊ കുരിശിലെ മൂന്നാമത്തെ സുവിശേഷം അതാണ്. നമുക്കൊരു കൂട്ടിന് സാധ്യതയുണ്ട്. മനുഷ്യന് കൂട്ടാവശ്യമുണ്ട്. ഈ രാത്രിയിൽ നമുക്ക് നല്ല സ്നേഹിതന്മാരെ ഓർമ്മിക്കാം, കണ്ണു നിറഞ്ഞ് ഓർമ്മിക്കാം. എല്ലാവർക്കും കൂട്ടാവശ്യമുണ്ട്. ഒറ്റയ്ക്ക് തുഴഞ്ഞു തീരാവുന്നതല്ല ഈ ജീവിതം. ഒരു നുകവും ഒറ്റക്കാർക്കും എടുക്കാൻ പറ്റത്തില്ല, 2 കാളൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ വിശേഷിച്ചും നല്ല സൗഹൃദമുള്ളൊരു സമൂഹമാണ് ഇത്. എല്ലാവരുടെയും മനസ്സിൽ നല്ല കൂട്ടുകാരുടെ ഓർമ്മ വരുന്നുണ്ടാവും. ഇപ്പൊ മൂന്നാമത്തതാണ്, മനുഷ്യന് കൂട്ടാവശ്യമുണ്ട്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇതൊരു സ്ത്രീയുടെയും പുരുഷനും ഇടയിലുള്ള കൂട്ടാണ്. സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ആരോഗ്യകരമായ സുഗന്ധമുള്ള സൗഹൃദങ്ങൾ സാധ്യമാണോ എന്നതിനെ കുറിച്ച് പലർക്കും തർക്കമുണ്ട്. ആരോ പറയുന്ന കണക്ക് ഒരുമിച്ച് നടന്നിട്ടും ചീത്തപ്പേരുണ്ടാക്കാത്ത ഏക മലയാളികളെന്ന് പറയുന്നത് ഇങ്ങനെ കുട്ടൂസനും ഡാഗിനിയാണെന്ന് പറയണം. ബാക്കി എല്ലാവരും ചീത്തപ്പേരുണ്ടാക്കി. 2000 വർഷം മുമ്പ് അടുത്ത വരി നമ്മൾ വായിച്ചു കേൾക്കണം. ആ നിമിഷം തൊട്ട് യോഹന്നാൻ അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. ആ നിമിഷം തൊട്ട് യോഹന്നാൻ തൻ്റെ ഭവനത്തിൽ അവളെ സ്വീകരിച്ചു. ചെറിയ മക്കളെ ഞാനൊന്ന് സ്നേഹപൂർവ്വം ചലഞ്ച് ചെയ്യുകയാണ്. ഭൂമിയോട് പറഞ്ഞു കൊടുക്കണം, ആരോഗ്യമുള്ള സുഗന്ധമുള്ള സൗഹൃദങ്ങൾ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ സാധ്യമാണെന്ന്. ക്വാളിറ്റി. അസീസിലെ ഫ്രാൻസിസ് ഞങ്ങളുടെ സഭാസമൂഹം സ്ഥാപിച്ച മനുഷ്യനാണ്. ഫ്രാൻസിസ് അസീസി. പ്രാഞ്ചിയേട്ടൻ എന്നൊരു സിനിമ കാണാത്തവർ അധികം പേരുണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ്. അതിനകത്ത് സെയിൻ്റാണ് ഈ ഫ്രാൻസിസ്. അദ്ദേഹമാണ് ഞങ്ങളുടെ സമൂഹം സ്ഥാപിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ വീട് വിട്ടിറങ്ങി വന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ക്ലാര. കുറേ നാളായിട്ട് ഇങ്ങനെ ഫ്രാൻസിസ് ക്ലാരയുടെ മഠം പോയി കണ്ടിട്ടില്ല. അപ്പോൾ സഹോദരിമാർ പറയും, ഫ്രാൻസിസിനോട് പറ ഞങ്ങൾ വന്ന് കാണാനായിട്ട്. ഫ്രാൻസിസ് പോവില്ല. ഇപ്പോൾ ഒരു വൈദികനുണ്ട്, ഒരു കുമ്പസാരക്കാരൻ വൈദികനുണ്ട്. അദ്ദേഹം ഒരു ദിവസം വന്നിട്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഫ്രാൻസിനോട് പറഞ്ഞു, നീ എന്താ നിന്റെ സഹോദരിമാരെ പോയി കാണാത്തത്, ക്ലാരയെ പോയി കാണാത്തത്? നീ പോയേ പറ്റൂ. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, സിൽവസ്ട്രച്ച പോയി കാണാം. അപ്പം അദ്ദേഹം വളരെ ഹാപ്പിയായി. എപ്പോഴാണ് പോയി കാണാൻ പോകുന്നത്? എൻ്റെ ആശ്രമത്തിനും അവളുടെ ക്ലോയിസ്റ്ററിനും അവളുടെ മഠത്തിനും ഇടയിലുള്ള ആ ദീർഘമായ കല്ലുപാകിയ ഇടവഴി, കല്ലുപാകിയ ആ പാത നിറയെ വെള്ളപ്പൂക്കൾ വിരിയുന്നതാവും. ഒന്നുകൂടി പറഞ്ഞേ, കല്ലുപാകിയ പാതയിൽ വെള്ളപ്പൂക്കൾ വിരിയുന്ന. അതിൻ്റെ അർത്ഥം പോവില്ല അല്ലെന്നല്ലേ. എന്നിട്ട് സങ്കടപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ കണ്ടു എല്ലായിടത്തും വെള്ളപ്പൂക്കളാണ്. കല്ലേ വെള്ളപ്പൂക്കൾ, വേലിയ വെള്ളപ്പൂക്കൾ, മതിലെ വെള്ളപ്പൂക്കൾ, ഒരു നഗരം മുഴുവൻ വെള്ളപ്പൂക്കളാണ്. നിറയെ സുഗന്ധമുള്ള വെള്ളപ്പൂക്കൾ വിരിയണ വഴികളിലൂടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചങ്ങാതിമാരെ തേടി പോകാൻ പറ്റുമെന്ന് തെളിയിക്കാനായിട്ട് ഈ ചെറിയ മക്കൾക്ക് പറ്റണം.
നിറയെ വെള്ളപ്പൂക്കളുള്ള വഴികളിലൂടെ. അപ്പം അങ്ങനെയുമൊക്കെ ഒരു വായന സാധ്യമാണ് ഈ മൂന്നാമത്തേനകത്ത്. ആ നിമിഷം തൊട്ട് അയാൾ അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പം മൂന്നത, മനുഷ്യന് കൂട്ടാവശ്യമുണ്ട്. ഏതൊരു ബന്ധത്തിൻ്റെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്ന വാക്ക് കൂട്ട് തന്നെ. ഭാര്യാഭർത്ത ബന്ധത്തിൻ്റെയും ഒക്കെ അൾട്ടിമേറ്റ് അയാൾ അവൾക്ക് കൂട്ടുകാരനാവുക എന്നുള്ള. കുഞ്ഞുങ്ങളുടെയൊക്കെ അത് തന്നെ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 9ാം ക്ലാസ്സിൽ വെച്ച് പെട്ടെന്ന് വലുതായെന്നൊരു തോന്നലുണ്ടായി എനിക്ക്. അതിന് കാരണം സ്കൂൾ അധ്യാപകനായ അപ്പൻ ഇങ്ങനെ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നേ. എന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പ്രതിസന്ധിയുണ്ട്, ഒരു ക്രൈസിസ് ഉണ്ട്, അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ആ നിമിഷത്തിൽ 13 വയസ്സുള്ള ഒരാൺകുട്ടി അപ്പൻ്റെ കൂട്ടുകാരനായി. ഏതൊരു ബന്ധത്തിൻ്റെയും അൾട്ടിമേറ്റ് അതാ, കൂട്ടാവ്. അപ്പം അതാണ് എൻ്റെ ഒരു മൂന്നാമത്തതാ. നാലാമതായിട്ട് യേശുവിൻ്റെ നിലവിളിയാണ്, ഏലേ ലാമ സബക്താനി. എന്തുകൊണ്ട് അവനങ്ങനെ കരഞ്ഞതിനെക്കുറിച്ച് ദീർഘമായ വിശദീകരണങ്ങൾ സാധ്യമാണ്. തൽക്കാലം ഈ ഒരു സന്ധ്യക്കകത്ത് അത്രയും കാര്യങ്ങൾ ഇങ്ങനെ അക്കാഡമിക് ആവണ്ട, എക്സജറ്റിക്കൽ ആവണ്ട. നമുക്ക് ആകപ്പാട് ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ദൈവത്തിനും മനുഷ്യനുമിടയിൽ കുറെ കൂടി ജൈവികമായ ബന്ധം സാധ്യമാണ്. നിങ്ങൾക്ക് ദൈവത്തെ നിഷേധിക്കാം, ദൈവവുമായിട്ട് കലഹിക്കാം, എന്തിനാ കൈവിട്ടെന്ന് വാവിട്ട് കരയാം, മുഷ്ടി ചുരുട്ടാം, എന്തും സാധ്യമാണ്. ഒരാളിങ്ങനെ ദൈവത്തോട് പറയുകയാണ്, എന്തിനാ എന്നെ കൈവിട്ടത്? നമുക്കൊരു സങ്കല്പമുണ്ട്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറയണത് ഈ സക്കറിയയുടെ കഥയ്ക്കകത്തെ ഈ പട്ടേലും തൊമ്മിയും തമ്മിലുള്ള ബന്ധമാണ്. എന്തു പറഞ്ഞാലും തൊമ്മി ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇതല്ല, വിധേയത്വമല്ല, ഇത് കുറെ കൂടി ഭംഗിയുള്ളൊരു തലവാ. യോബ് ആകാശത്തെ നോക്കി മുഷ്ടി ഇരുട്ടുന്നില്ലേ? എന്തിനാ നീതിമാൻ സഹിക്കേണ്ടതായിട്ട് വരിക? ഇപ്പൊ 4 ഇതാണ്, മനുഷ്യന്റെ ഏതൊരു വൈകാരിക ഭാവങ്ങളും ദൈവത്തോട് സാധ്യമാണ്. അങ്ങനെ ദൈവം ഇങ്ങനെ ഓർഗാനിക് ആവണ്ട, ജൈവികമാണ്. എൻ്റെ ഒരു പെങ്ങള് റിസൾട്ട് നോക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പേ തൊട്ടടുത്തൊരു കുരിശുപള്ളി ഉണ്ട്, അവിടെ കൊണ്ട് ഇങ്ങനെ തിരിയൊക്കെ കത്തിക്കും. ചെന്ന് റിസൾട്ട് നോക്കുമ്പോൾ ഭാഗ്യവശാൽ അവളുടെ പേര് മാത്രം ഉണ്ടാവത്തില്ല, നേരെ വന്നിട്ട് ഈ തിരി ഊതിക്കെടുത്തും. അങ്ങനെ വേണ്ട, മെഴുകുതിരിക്കൊക്കെ എന്താ വില എന്ന് പറഞ്ഞോണ്ട്. ഈ സംഭവം കുറച്ചുകൂടി ഇങ്ങനെ ദൈവം സജീവമാവണ്ടേ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നെടുവീർപ്പുകളാൽ പ്രാർത്ഥിക്കുക, പ്രേയിങ് വിത്ത് സൈസ്. നെടുവീർപ്പുകളാൽ പ്രാർത്ഥിക്കുക. എന്തിനും നെടുവീർപ്പുണ്ടെന്നേ. ചെറിയ കുഞ്ഞുങ്ങളോട് പറയുന്ന എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. ഓടിപ്പോകുന്ന വഴിക്ക്, സ്കൂൾ വിട്ട് പോരുന്ന വഴിക്ക് വലിയൊരു പട്ടി ഒന്ന് ചാടുന്നു, നെടുവീർപ്പേ ഉള്ളൂ. എന്നാ പട്ടി ഒന്നും ചെയ്യണില്ല, ചിരിച്ച് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴും എന്ത് തന്നെയാണ്? നെടുവീർപ്പ. ഭയത്തിനും അഭയത്തിനും ഒക്കെ നെടുവീർപ്പ. ഇപ്പൊ 4 ഇതാണ്, കുറെ കൂടി ജൈവികമായൊരു ബന്ധം സാധ്യമാണ്. ദൈവം കുറെ കൂടി ഇങ്ങനെ റിയൽ ആവട്ടെ. നിലവിളുടെ കാരണമൊക്കെ പോട്ടെ, അവൻ നിലവിളിച്ചു, എന്തിനാ എന്നെ കൈവിട്ടത്? 5-മതായിട്ട്, എനിക്ക് ദാഹിക്കുന്നു. ദാഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നാട്ടിൽ കരുതുന്ന ദാഹമല്ല, നമ്മൾ കാര്യമായിട്ട് ദാഹം അറിഞ്ഞൊരു സമൂഹമല്ല. വിശേഷിച്ചും ഇങ്ങനെ കേരളത്തിൽ നിന്നുള്ള നമ്മൾ ദാഹം അറിഞ്ഞിട്ടില്ല. നമുക്ക് ദാഹം കണക്കൊരു തോന്നലേ വന്നിട്ടുള്ളൂ. അപ്പം തന്നെ നമ്മൾ ക്ലിയർ ചെയ്യും. വേദപുസ്തകം പറയണ ദാഹം എന്ന് പറയണത് ഇവിടെ നിന്നുകൊണ്ട് മനസ്സിലാകും, ഈ മരുഭൂമിയിൽപ്പെട്ടവൻ്റെ ദാഹമാണ്.
ആ ദാഹം എന്ന് പറഞ്ഞ വാക്ക് ദൈവാന്വേഷണത്തിന് വേണ്ടിയാണ് വേദവസ്തു ഉപയോഗിക്കണം. നീർച്ചാലുകൾ തേടി നടക്കുന്ന മാൻപേടയെ കണക്ക് എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി ദാഹിക്കുന്നു. പഞ്ചെന്താണ്? കുറെ കൂടി ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ഒരു പാഷനേറ്റ് ഡിസയർ ഉണ്ടാവുക. ഈ ദാഹം പോരാ കേട്ട. ഒരു 30 വയസ്സ് കഴിഞ്ഞവരോടെങ്കിലും ഞാൻ ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ടേക്ക് ഗോഡ് വെരി സീരിയസ്ലി. ടേക്ക് ഗോഡ് വെരി സീരിയസ്ലി. കുറെ കൂടി ദൈവത്തെ ഗൗരവമായിട്ടെടുക്കുക. കുറച്ചുകൂടി ഇങ്ങനെ പാഷനേറ്റായിട്ട്. വില്ലമംഗലം എന്നൊരു ആചാര്യനെ കുറിച്ച് നമുക്ക് കേട്ട് പരിചയമുണ്ടാവും. കുറേ കാലം ഇങ്ങനെ സാധനയിലായിരുന്നു, തപസ്സിലായിരുന്നു. ഒരു ദിവസം അതുവഴി ഒരു ദേവദാസി പോയി. അവളിൽ ചെറിയൊരു ഇടർച്ച ഭ്രമം ഇയാൾക്കുണ്ടായി. ആ രാത്രി കോരിച്ചൊരിയണ മഴയാണ്. ഇയാൾക്ക് ഇവളെ കാണുന്നൊരു താല്പര്യം. അങ്ങനെ ആ കൊടും രാത്രിയിൽ ഈ മഴയത്തുകൂടി ഏകദേശം ഇവളുടെ ഭവനത്തെ ലക്ഷ്യമാക്കി നടന്നു പോവുകയാണ്. പോകുന്ന വഴിക്ക് വലിയൊരു ആറുണ്ട്, നദിയുണ്ട്. എങ്ങനെയാ ഇതിനെ കുറുകെ കിടക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ കണ്ടു ഒരു ചെറിയ വഞ്ചി കിടന്ന് ഒലയനുണ്ട്. പതുക്കെ ആ വഞ്ചി അടുപ്പിച്ചു, തുഴഞ്ഞു, മറുകരെ ചെന്നു. എന്നിട്ട് ഈ വഞ്ചി പഴയത് കണക്ക് തന്നെ വീണ്ടും പുഴയിലേക്ക് തള്ളിവിട്ടു. അപ്പം ശ്രദ്ധിച്ചു, ഈ തള്ളിവിട്ടപ്പോൾ കൈ വഞ്ചിക്കകത്തോട്ട് കയറിപ്പോയി. പെട്ടെന്നിങ്ങനെ കൈവലിച്ചപ്പോൾ മനസ്സിലായി വഞ്ചിയായിരുന്നില്ല, മറിച്ച് മരിച്ചൊരാളുടെ ശരീരമായിരുന്നു. കോരിച്ചൊരിണ മഴയത്ത് തുഴഞ്ഞുകൊണ്ടിരുന്ന മരിച്ചവൻ്റെ ശരീരം. വല്ലാതെ ഭയന്നു. പിന്നെ അവളുടെ വീട് കണ്ടെത്തി. ഒരു വള്ളിക്കുടില, താഴോട്ടൊരു വള്ളി ഇങ്ങനെ ഞാന്ന് കിടപ്പുണ്ട്. അതിൽ പിടിച്ച് ഇങ്ങനെ ആ കുടിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവളിങ്ങനെ ഒരു വിളക്കിന് മുമ്പിൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. അവളുടെ പുഞ്ചിരിയിൽ പരിഹാസമുള്ളതായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ടു. അയാൾ പറഞ്ഞു, നിന്റെ ചിരിയിൽ മൊനയുണ്ട്. അവൾ പറഞ്ഞു, സ്വാമിൻ, ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കോരിച്ചൊരിയണ മഴയത്ത് ആ വലിയ നദി കുറുകെ കടക്കാനായിട്ട് അങ്ങ് തുഴഞ്ഞു പോയത് മരിച്ചവൻ്റെ ശരീരം. പറഞ്ഞു, അതെ, ഇനിയും താഴോട്ട് നോക്കിക്കേ. ഈ കുടിലേക്ക് കയറാനായിട്ട് അങ്ങ് പിടിച്ചു കയറിയ വള്ളി, ഒരു മിന്നലുണ്ടായി. ആ മിന്നലിൻ്റെ വെട്ടത്തിൽ അയാൾ കണ്ടു ഉഗ്രവിഷമുള്ള സർപ്പ. അതിനെ പിടിച്ച കുടിലേക്ക് കയറിയിരിക്കണം. അപ്പോൾ ഒരു പരിഹാസവും ഇല്ലാതെ അവൾ പറഞ്ഞു, എന്നോടുള്ള പ്രണയം കൊണ്ട് അങ്ങിതൊന്നും അറിഞ്ഞില്ല. എല്ലാ അപകടങ്ങളെയും കുറുകെ കടന്നു. അങ്ങനെയെങ്കിൽ അങ്ങ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തോട് അങ്ങേക്ക് എന്നോട് അനുഭവപ്പെട്ട പ്രണയത്തിൻ്റെ 100-1 അങ്ങേക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങ് എന്നെ പരമപദം പോകിയേനെ. അപ്പ മിന്നലുണ്ടായത് അകത്ത. അങ്ങനെയാണ് ദേവദാസിയുടെ വെളിച്ചത്തിൽ, വാക്കിൻ്റെ മിന്നലിൽ ഒരാചാര്യൻ രൂപപ്പെടുന്നത്. ഒരു കൗമാര പ്രണയത്തിൽ, ദാമ്പത്യത്തിൽ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പാഷനുണ്ട്. അതിൻ്റെ 100-1 ആ ചൈതന്യത്തോട് പുലർത്തിയിരുന്നെങ്കിൽ എന്നേ നമ്മൾ പ്രകാശിതരായനെ. അപ്പോൾ 5-മത്തെ അതാ, കുറച്ചുകൂടി ഒരു പാഷനേറ്റ് ഡിസയർ ഫോർ ദ ലോർഡ്. ഈ ദാഹം പോരാ. ചെറിയ ദാഹത്തിന് നമുക്കിങ്ങനെ പെട്ടിക്കടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു സോഡാ സർബത്തൊക്കെ കുടിക്കാം. വലിയ ദാഹത്തിന് പുഴ നിങ്ങളെ തേടി വരും. റൂമി പറയണതാ, ജലാദുൻ റൂമി.
തുല്യദാഹത്തിന് പുഴ നിങ്ങളെ തേടി വരും. പെന്തക്കോസ്തേക്ക് അതാ. ഒരു 12 ചെറുപ്പം മക്കൾ ഒരു അമ്മയും കൂടി ചേർന്നിരുന്നിട്ടിങ്ങനെ ആ ചൈതന്യത്തിന് വേണ്ടി ഇങ്ങനെ പാഷനേറ്റ് ആയിട്ടിരിക്കുമ്പോൾ കൊടുങ്കാറ്റ് വീശി അഗ്നിനാളങ്ങൾ എഴുന്നു നിന്നു. അപ്പം അതാണ് എൻ്റെ 5-ാമത്തത്. 6-ാമതായിട്ട് യേശു പറഞ്ഞു, എല്ലാം പൂർത്തിയായി. എല്ലാം പൂർത്തിയായി. വേദപുസ്തകത്തിൽ ഈ പൂർത്തിയാകലെന്ന് പറയുന്നത് സ്നേഹപൂർവ്വമാകുക എന്നൊരർത്ഥം കൂടിയുണ്ട്. യേശു സാബത്തുമൊക്കെ ആയി ബന്ധപ്പെട്ടത് പറയുന്നുണ്ട്. ഞാൻ നിയമങ്ങളെ തിരുത്താനല്ല, മറിച്ച് നിയമങ്ങളെ പൂർത്തിയാക്കാനാണ്. എന്താണ് വേദപുസ്തകത്തിൻ്റെ ഭാഷയിലെ പൂർണിമ? സ്നേഹപൂർണിമയെ. വേറെയൊക്കെ ഉണ്ട്. എൻ്റെ പിതാവിനെ കണക്ക് പരിപൂർണ്ണമാകുന്ന അർത്ഥം എന്താണ്? സ്നേഹത്തിൻ്റെ പൂർണിമയിലെത്തുക. അങ്ങനെയെങ്കിൽ മടങ്ങിപ്പോകുന്ന ഒരാൾ ഒറ്റ ഫ്ലാഷിൽ തൻ്റെ ജീവിതത്തെ കാണുകയാണ്. മരണത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. മരണത്തിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും. കുറച്ചിങ്ങനെ അൽഷിമേഴ്സൊക്കെ ഇങ്ങനെ എല്ലാവരും ചെറിയ അളവിലോ വലിയ അളവിലൊക്കെ പിടികൂടും. പക്ഷെ മരണമെന്ന് പറയുന്ന ഒരു നിമിഷത്തിനകത്ത് ഈ മറന്നുപോയ എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചെടുക്കുന്ന പറയണം. ഒറ്റ ഫ്ലാഷിൽ ഒരാൾ തൻ്റെ ജീവിതത്തെ കാണും. ആ ഒറ്റ ഫ്ലാഷിൽ കടന്നുപോയ ജീവിതത്തെ കാണുമ്പോൾ ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടാവുമോ? എല്ലാം സ്നേഹപൂർവമായിരുന്നു. എവറിത്തിങ് വാസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലവ്. എവറിത്തിങ് വാസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലവ്. എല്ലാം സ്നേഹപൂർവമായിരുന്നു. അങ്ങനെ കണ്ടെത്തിയവർക്ക് മാത്രമേ മരണം ഒരു ശാന്തമായ അനുഭവമായി മാറുകയുള്ളൂ. അല്ലാത്തൊരൊക്കെ ഇത്തിരി വിഷമിക്കും. മരണം അത്ര എളുപ്പമൊന്നുമല്ല. ഭൂകൊഴിയുന്ന കണക്കൊന്നുമല്ല മരണം. വലിയ കാറ്റ് വന്നിട്ടിങ്ങനെ ചില്ലെ അടർത്തി വീഴ്ത്തുന്ന കണക്ക. എളുപ്പമല്ല മരണം. മരണം എളുപ്പമാകുന്ന മിക്കവാറും ഇങ്ങനെ സ്നേഹപൂർവ്വം കടന്നു പോകുന്നവർക്ക് മാത്രമാണ്. അങ്ങനെ അയാളുടെ മരണം ശാന്തമായ അനുഭവമായിട്ട് മാറുകയാണ്. എല്ലാം പൂർണ്ണമായി. സ്നേഹപൂർവമായിരുന്നു. ക്വാളിറ്റേറ്റീവ് വാക്കാ, ക്വാണ്ടിറ്റേറ്റീവ് അല്ല. 33 വയസ്സെന്നൊക്കെ പറയണെങ്കിൽ ജീവിച്ചു കുതിരാത്തൊരു ആയുസ. നമ്മളിൽ പലരും അതിന് മീതെ നിൽക്കുന്ന ആൾക്കാരാ. എന്നിട്ടും അയാൾക്കറിയാം, ജീവിച്ച ജീവിതത്തിൻ്റെ ദൈർഘ്യമല്ല, ജീവിച്ച ജീവിതത്തിൻ്റെ ആഴമാണ് പ്രധാനം. ഇറ്റ്സ് നോട്ട് ദ ലെങ്ത് ഓഫ് യുവർ ലൈഫ്, ബട്ട് ഡെപ്ത് ഓഫ് യുവർ ലൈഫ്. അതിനകത്ത് അയാൾക്ക് മനസ്സിലായി എല്ലാം സ്നേഹപൂർവമായിരുന്നു. അപ്പം അതാണ് 6-ാമത്തെ മൊഴി. 7-ാമതായിട്ട്, അച്ഛാ, ഇവൻ്റെ പ്രാണനെ സ്വീകരിക്കണമേ. അച്ഛ. യേശു സ്പിരിച്വാലിറ്റിയിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ വ്യതിയാനം ആ വാക്ക അച്ഛൻ. നിർഭാഗ്യവശാല് നമ്മുടെ വേദപുസ്തക പരിഭാഷകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് പിതാവെന്നൊരു വാക്ക. പിതാവെന്നുള്ള വാക്ക് ഇവിടെ ഇരിക്കുന്ന ആരും അവരുടെ ജീവിതത്തിൽ വിളിക്കാത്ത വാക്ക. വേദപുസ്തകം വിവർത്തനം ചെയ്തപ്പോൾ കുറച്ചുകൂടി ഇൻറ്റിമേറ്റായ ആ ഗാർഹിക പദം അച്ഛൻ, അപ്പൻ എന്നൊക്കെ വിളിക്കുന്നതിന് പകരമായിട്ട് ആ പദം നമ്മൾ ഉപയോഗിച്ചു. വലിയ തെറ്റായിപ്പോയി. ഒരു 100 ഇടത്തെങ്കിലുമൊക്കെ നമ്മൾ ആ വാക്ക് കേൾക്കും, അപ്പ. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, ഒരു പെൻസിൽ എടുത്തുകൊണ്ട് പുതിയ നിയമത്തിൽ എവിടെയൊക്കെയാണ് യേശു പിതാവെന്ന് പറയുന്നതായിട്ട് നമ്മുടെ വിവർത്തനങ്ങളിലുള്ളത്, അതിനെ പതുക്കെ ഒന്ന് വെട്ടിയിട്ട് അച്ഛാന്നും തിരുത്താവോ? ഒരു 10 പിതാവ് വെട്ടിയിട്ട് അച്ഛയാക്കുമ്പോൾ വേദപുസ്തകം പഴയതല്ല, നിങ്ങളും പഴയതല്ല. അച്ഛ. 12 വയസ്സ് തൊട്ട് കുട്ടി
ആ പരമചൈതന്യത്തെ വിളിച്ച വാക്ക അച്ഛ. അപ്പനും അമ്മയും കൊച്ചിനെ തപ്പി ഉത്സവ പറമ്പിൽ തിരികെ വന്നപ്പോഴേക്കും കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരിക്കേണ്ടതല്ലേ, പള്ളിയാ എൻ്റെ അച്ഛൻ്റെ വീട്. 12 വയസ്സെന്ന് പറയുന്ന പിബട്ടി ഏജാ. പെൺകുട്ടി തിരളുകയും ആൺകുട്ടി മുദ്രികയും ചെയ്യണ കാലമാണ്. അപ്പോൾ ശരീരം പാകപ്പെട്ട ആ കാലത്ത് തന്നെ അവൻ്റെ ആന്തരികതയും പാവപ്പെട്ടു. പറഞ്ഞു, മുകളിലിരിക്കുന്ന ആള് അച്ഛനാ. ദൈവം അച്ഛനാണെന്ന് വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടാവുന്ന പ്രതിസന്ധികളേ ഉള്ളൂ നമുക്ക്. അവസാനത്തെ വാക്കും അത് തന്നെയാ, അച്ഛ. അകപ്പാട് ഒരിക്കൽ മാത്രം ദൈവത്തെ ദൈവമെന്ന് വിളിച്ചപ്പോഴാ കുരിശെ കിടന്നപ്പോൾ ആ അടുപ്പം ഇത്തിരി കുറഞ്ഞതായിട്ട് തോന്നിയപ്പോൾ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. പറഞ്ഞു വരുന്ന എന്താണ്? ദൈവവുമായിട്ട് എന്തെങ്കിലും അടുപ്പമുള്ളവർ വിളിക്കേണ്ട വാക്ക് അച്ഛ എന്നാ, ദൈവം എന്നല്ല. ദൈവം എന്നുള്ള വാക്ക് തന്നെ അടുപ്പമില്ലാത്തതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ആ വാക്കിനെ കുറെ കൂടി ഉപയോഗപ്പെടുത്തുക. അപ്പ, അച്ഛ. എല്ലാവർക്കും നല്ല അച്ഛന്മാരുടെ ഓർമ്മകളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കാവട്ടെ ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ അപ്പനോടാ സ്നേഹം. ഒരു കാര്യം ഉറപ്പാണ്, അമ്മ നമുക്ക് നൽകിയിട്ടുള്ളത് ശരീരം മാത്രമാണ്, മനസ്സ് തന്നത് അച്ഛനാ. അടുത്ത കാലത്തായിട്ട് മരിച്ച ഈ ഗബ്രിയേൽ മാർക്വിസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ഒരു വളരെ പ്രശസ്തമായൊരു കോട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണ് വയസ്സാവുന്നത്? നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ അച്ഛനെ കണക്ക് ബിഹേവ് ചെയ്ത് തുടങ്ങുന്ന അപ്പോഴാണ് വയസ്സാവണം. അതിനർത്ഥം എല്ലാവരും ആ കെണിച്ചെന്ന് ചാടും. വല്ലാത്തൊരു കുരുക്കിൻ്റെ പേരാ അച്ഛൻ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ഒക്കെ അയാളാ നിങ്ങൾ രൂപപ്പെടുത്തിയിരിക്കണം. അച്ഛ. ദൈവം അച്ഛനാണെന്ന് പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഭൂമിയിലെന്ന് ആ മരപ്പണിക്കാരൻ കട്ടമരത്തിൽ ഇരുന്ന് മുക്കുവരോട് പറഞ്ഞു കൊടുത്തു. ദൈവം അച്ഛനാ. അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അവർ പറഞ്ഞു, ചേട്ടായി നിങ്ങൾ പറയണത് ശരിയാ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഈ കടലിൽ പോയിട്ട് മടങ്ങി വരിക? ഈ കടലിൽ പോയിട്ട് മടങ്ങി വരുന്നതിനേക്കാൾ വലിയ പരിപാലനം വല്ലതും ഉണ്ടാ ലോകത്ത് വേറെ? കടലിൽ അപകടം ഉണ്ടാവുന്നില്ലെന്ന് പറയണില്ല, പക്ഷേ ഒരു പഞ്ചായത്ത് റോഡിനകത്തുണ്ടാകുന്ന അപകടം പോലും ഒരു വർഷം മുഴുവൻ ഈ മുഴുവൻ കടലിൽ ഉണ്ടാവണില്ല. ആരോ ഒരാള് ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാ, അയാളെ ഞങ്ങൾ അച്ഛന്ന് വിളിച്ചോട്ടെ. നമുക്ക് ഇന്ന് ഈ വിചാരം അവസാനിപ്പിക്കുമ്പോൾ ജീവിച്ചിരിക്കുകയോ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്ത ഓരോരുത്തരുടെ അച്ഛന്മാരെന്ന് ഓർമ്മിച്ച് അവസാനിപ്പിക്കാം. എന്നിട്ട് സമയം കിട്ടുന്നതനുസരിച്ച് 100 കൊണ്ടോ 1000 കൊണ്ടോ ഒക്കെ അതിനെ ഗുണിക്കുമ്പോൾ മുകളിലിരിക്കുന്ന ആളെപ്പിടുത്തം കിട്ടും. അച്ഛ, ഇവന്റെ പ്രാണനെ സ്വീകരിച്ചു കൊള്ളണമേ, ഇവന്റെ പ്രാണനെ സ്വീകരിച്ചു കൊള്ളണമേ. എനിക്കിങ്ങനെ തൃശ്ശൂരിൽ ഒരു ഡോക്ടറെ ആയിട്ട് ഇത്തിരി അടുപ്പമുണ്ട്. ഒരു 80 ഡോക്ടർ അജയൻ. അജയൻ ആ സമയത്ത് ഇങ്ങനെ മരണാസന്നർക്ക് വേണ്ടിയുള്ള വാർഡിൻ്റെ ചാർജായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ രാമൻകുട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, പാലക്കാട്ടുകാരൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞ മോനുമായിട്ട് വന്നു. 13 വയസ്സേ ഉള്ളൂ മോന്, അധികം നാളില്ല. എന്തുമാത്രം ഇങ്ങനെ കടുത്ത ഉറക്കഗുളിക കൊടുത്തിട്ട് ഈ കുട്ടി ഉറങ്ങണില്ല. ഐസൊലേറ്റഡ് വാർഡാണ്. പുറത്ത് നിന്നുകൊണ്ട് ഇത് അച്ഛൻ കണ്ടു. അച്ഛൻ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഡോക്ടറെ, നിങ്ങൾ എന്ത് ഉറക്കഗുളിക കൊടുത്താലും എൻ്റെ കുഞ്ഞ് ഉറങ്ങത്തില്ല. എന്താ കാര്യം? അവന് വയ്യാതായ നാൾ തൊട്ട് അവന് ഞാൻ എൻ്റെ ചങ്കിലിട്ട് ഉറക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് പൊന്നു ഡോക്ടർ ഒന്ന് അനുവദിക്കുകയാണെങ്കിൽ
ഞാൻ അവനിങ്ങനെ നെഞ്ചോട് ചേർത്ത് 2 തട്ട് ഇപ്പം കാണിച്ചു തരാം, പുറകെ കാണിച്ചു തരാം. അപ്പോൾ അജയൻ പറഞ്ഞു, രാമൻകുട്ടി അത് ശരിയാവില്ല, ഇതിങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളൊരു വാർഡാണ്. നിങ്ങൾ പ്രവേശിക്കുന്നത് നിങ്ങൾക്കും നല്ലതല്ല, കുട്ടിക്കും നല്ലതല്ല, വേറെയൊക്കെ ഉണ്ടല്ലോ അകത്ത് ആൾക്കാർ, അവർക്കും നല്ലതല്ല. പറഞ്ഞ കാര്യം പിടുത്തം കിട്ടുന്ന ആളാണ് രാമൻകുട്ടി. കുറച്ചു കാലമായിട്ടിങ്ങനെ ഇതിൻ്റെയൊക്കെ ഇടനാട്ടിൽ നടക്കുന്ന ആളാണല്ലോ. അപ്പം രാമൻകുട്ടി വേറൊരു ഓപ്ഷൻ വെച്ചു. രാമൻകുട്ടി പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഡോക്ടറെ ഒരു കാര്യം ചെയ്യണം. എന്താണ്? അവനോട് പറയണം, അവൻ്റെ കിടക്ക ഉണ്ട്, അതിനോട് ചേർന്നൊരു ഭിത്തി ഉണ്ടല്ല, ഇങ്ങനെ അവനോട് പറയണം, അച്ഛൻ ഭിത്തിയോട് ചേർന്ന് നിൽപ്പുണ്ട്. ഓ, പറയാം. വെളുപ്പിനെ ഒരു 3 മണിക്ക് എന്തോ കാരണത്തിന് ഡോക്ടർ അജയൻ പുറത്തേക്ക് വരുമ്പോൾ കണ്ടു രാമൻകുട്ടി എന്ന ഒരു കുറിയ മനുഷ്യൻ, കൂലിപ്പണിക്കാരനായൊരു മനുഷ്യൻ അപ്പോഴും തൻ്റെ നെഞ്ചും കൂടെ ഈ ഭിത്തിയോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അജയൻ പറഞ്ഞു, ഞാൻ ഫോൺ വെക്കുക. വെച്ചോ, ഇതിനൊക്കെ അപ്പുറം അങ്ങനെ കേൾക്കുക. ഇതാണ് അച്ഛൻ. ഒരച്ഛനും മക്കളുടെ വിധിയൊന്നും മാറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇഷ്ടമുള്ളിടങ്ങളിൽ പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനും തങ്ങളൊക്കെ മെച്ചപ്പെട്ട ജോലിയിൽ ആ മക്കളെ എത്തിക്കാനൊന്നും കെൽപ്പൊന്നും ഇല്ലാത്ത പാവ അച്ഛന്മാരാ. പിന്നെ ചെയ്യാവുന്നൊരൊറ്റ കാര്യം അവർ ചെയ്യുന്നുണ്ട്. എന്താണത്? നമ്മുടെ വിധിയോട് ചേർന്നിങ്ങനെ നിൽക്കുക. രാമൻകുട്ടിയുടെ അനുഭവം കേട്ടതിന് ശേഷം എൻ്റെ ഒരു പ്രശ്നം എനിക്ക് മാറിക്കിട്ടി. എൻ്റെ ദൈവമേ എന്തിനെന്നെ കൈവിട്ടുന്ന മകൻ കരഞ്ഞപ്പോൾ അയാളുടെ അച്ഛൻ എവിടെയായിരുന്നു? രാമൻകുട്ടിയെപ്പോലെ ഇങ്ങനെ കുരിശിന് പുറകിൽ ഇങ്ങനെ. അതുകൊണ്ട് മകൻ അച്ഛനെ കണ്ടിട്ടില്ല. ലോകത്തൊരു മക്കളും അച്ഛനെ കണ്ടിട്ടില്ല. ലോകത്തൊരു മക്കളും അച്ഛനെ കണ്ടിട്ടില്ല. എല്ലാവരും പറയണത് മക്കളുടെ നിലവിളിയെക്കുറിച്ച് മാത്രമാണ്. എന്തിനാ എന്നെ കൈവിട്ടത്? കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അച്ഛൻ്റെ നിലവിളിയും കേൾക്കാമായിരുന്നു. എൻ്റെ മകനെ എന്തിനാണ് ഞാൻ നിന്നെ കൈവിട്ടത്? എൻ്റെ മകനെ എന്തിനാണ് ഞാൻ നിന്നെ കൈവിട്ടത്? തൻ്റെ ഏകജാതനെ നൽകുമാറ് അയാൾ അത്രമേൽ ഭൂമിയെ സ്നേഹിച്ചു. അച്ഛാ, ഇവൻ്റെ പ്രാണനെ സ്വീകരിക്കണമേ. ആമേൻ. എന്നൊരു 7 മൊഴികളാണ്. 1, എൻ്റെ ജീവിതം മാപ്പർഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മാപ്പ് കൊടുക്കേണ്ട ബാധ്യതയും എനിക്കുണ്ട്. 2, എനിക്കിനിയും മോക്ഷം സാധ്യമാണ്. ആരും വൈകിയിട്ടില്ല. ഇനിയും ആ കൈപിടിച്ച് എനിക്ക് തോട്ടത്തിലൂടെ നടന്നു പോകാൻ പറ്റും. 3, മനുഷ്യന് ഒറ്റക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒറ്റക്ക് മനുഷ്യൻ എവിടെങ്കിലുമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കൂട്ടാവുക. 4, ദൈവവുമായിട്ട് പുലർത്താവുന്ന കുറേ കൂടി ജൈവികമാരടുപ്പം, നിലവിളിയും പരിഭവമൊക്കെ ദൈവത്തോടും ആവാം. 5, എനിക്ക് ദാഹിക്കണം. പാഷനേറ്റ് ഡിസയർ ഫോർ ദ ലോർഡ്, ടേക്ക് ഗോഡ് സീരിയസ്ലി. 6, എല്ലാം പൂർത്തിയായി. തിരിഞ്ഞു നോക്കുമ്പോൾ തൃപ്തിയോടുകൂടി നടന്നു പോകാൻ പറ്റണം, തൃപ്തിയോടുകൂടി. ഒടുവിലായിട്ട്, അച്ഛാ, ഇവൻ്റെ പ്രാണനെ സ്വീകരിക്കണമേ. ഈ 7 മൊഴികളിൽ യേശുവിൻ്റെ മുഴുവൻ ജീവിതമുണ്ട്. അതുകൊണ്ട് മുഴുവൻ വേദപുസ്തകമൊന്നും പഠിക്കേണ്ടെന്നേ. ഇത്തിരി സമയം കിട്ടുമ്പോൾ
ഈ 7 മൊഴികളെ ഓർമ്മിച്ചിരുന്നാൽ മതി. 7 തിരിയിട്ട വിളക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി നമ്മളൊരു പ്രതീകമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പാട്ടിലും സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ പറയാനുണ്ട്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ 7 അവസാനത്തെ വാക്കുകളായിരുന്നു കുരിശെന്ന് പറയുന്ന വിളക്കിൻ്റെ തിരി. അങ്ങനെയാണ് ഒരു കഴുമരം ഇത്രയും പ്രകാശിച്ചത്. വിജാതിയർക്ക് ഇടർച്ചയും യഹൂദർക്ക് പോഷത്തരവുമായ ഒരു കഴുമരം ഇങ്ങനെ 7 തിരിയിട്ട വിളക്കായി മാറിയത് അന്ന് തൊട്ടാണ്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുപൂട്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത്തിരി ഒന്ന് നേരെ ഇരുന്ന് അവൻ്റെ അന്ത്യമൊഴികൾ എന്താണെന്ന് അന്വേഷിക്കുക. ഒന്ന്, മാപ്പ്. 2, മോക്ഷം. 3, കൂട്ട്. 4, നിലവിളി. 5, ദാഹം. 6, തൃപ്തി. 7, അച്ഛ. അച്ഛ. ഒടുവിലത്ത് മാത്രം ഓർമ്മിക്കാനായിട്ട് നമുക്ക് നമ്മുടെ അച്ഛന്മാരെ ഓർമ്മിക്കാം, അപ്പന്മാരെ ഓർമ്മിക്കാം. ഞങ്ങൾ കാണാതെ പോയ, എന്നിട്ട് അതിനെ ഇങ്ങനെ കുറേ കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് യേശു പറഞ്ഞ അപ്പനെ മനസ്സിലാവും. നമ്മളിൽ പലരും അപ്പന്മാർ കൂടിയാ. ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്ന വഴിയായിട്ട് അവിടുന്ന് നമ്മുടെ ജീവിതത്തെ വെട്ടിലാക്കി. കാരണം ദൈവം അപ്പനായതുകൊണ്ട് അപ്പന്മാർക്ക് ദൈവമാവേണ്ടതുണ്ട്. ദൈവം അപ്പനായതുകൊണ്ട് അപ്പന്മാർക്ക് ദൈവമാവേണ്ടതുണ്ട്. ഒരു നിമിഷം ഒന്ന് അടുത്തിരിക്കുന്നവരെ കാര്യങ്ങളൊന്ന് ചേർത്ത് പിടിച്ച ഒരു നിമിഷം ഇങ്ങനെ ആ 7 മൊഴികളിലൂടെ നിങ്ങളുടെ ജീവിതം നിരന്തരം വിമലീകരിക്കപ്പെട്ടെന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കൈകോർത്ത് പിടിച്ച് തന്നെ കർത്താവായ യേശുവേ, അവിടുത്തെ അന്ത്യമൊഴികളിലൂടെ ഞങ്ങൾ ഇരുവരുടെയും ജീവിതം ഓരോ നിമിഷവും വിമലീകരിക്കപ്പെടട്ടെ. കർത്താവായ യേശുവേ, അവിടുത്തെ അന്ത്യമൊഴികളിലൂടെ ഞങ്ങൾ ഇരുവരുടെയും ജീവിതം ഓരോ നിമിഷവും വിമലീകരിക്കപ്പെടട്ടെ. കർത്താവായ യേശുവേ, അവിടുത്തെ അന്ത്യമൊഴികളിലൂടെ ഞങ്ങൾ ഇരുവരുടെയും ജീവിതം ഓരോ നിമിഷവും വിമലീകരിക്കപ്പെടട്ടെ. അച്ഛ, ഒടുവിൽ ഇവൻ്റെ പ്രാണനെയും അങ്ങേ കരങ്ങളിൽ സ്വീകരിക്കണമേ. അച്ഛ, ഒടുവിൽ ഇവൻ്റെ പ്രാണനെയും അങ്ങേ കരങ്ങളിൽ സ്വീകരിക്കണമേ. അച്ഛ. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ കരങ്ങളെ ഒന്ന് എടുത്തുയർത്തി നമുക്കൊന്ന് ചുംബിക്കാം.